നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെ ഫുട്ബോൾ ലോകത്തിൻ്റെ കണ്ണും കാതും റിയോ ഡി ജനീറോയിലെ മ്യൂസിയോ ഡു അമാഞ്ഞയിലേക്കായിരിക്കും. നാളെ വൈകിട്ട് ബ്രസീൽ ടീം പ്രഖ്യാപിക്കുകയാണ്. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീം 5 തവണ വേൾഡ് കപ്പ് നേടിയ ഒരേ ഒരു രാജ്യം അവരവരുടെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് നാളെയാണ്. ആരൊക്കെ ഉണ്ടാകും? നെയ്മർ ഉണ്ടാകുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണെന്നേ. നെയ്മർ ഉണ്ടാകുമോ? കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് വന്നിട്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തെ ദേശീയ ടീമിലേക്ക് എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരു മിറക്കിൾ പോലെ നെയ്മർക്ക് ഇടം കൊടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ എപ്പോഴാണ് ഈ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത്? നാളെ വൈകിട്ട് 5 മണിക്കാണ് ബ്രസീലിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് എന്ന് CBF ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞു. 1000-ഓളം മാധ്യമപ്രവർത്തകർ ഈ പ്രോഗ്രാമിന് അക്രഡിറ്റേഷൻ എടുത്തു എന്ന് കഴിഞ്ഞ ദിവസം അവരറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 10-15 രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജേർണലിസ്റ്റുകൾ അക്രഡിറ്റേഷൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി. സോ വലിയ ആൻറ്റിസിപ്പേഷനാണ് ലോക ഫുട്ബോളിൽ ബ്രസീൽ ടീമിൻ്റെ ഈ സ്ക്വാഡ് പ്രഖ്യാപനത്തിന് എന്നർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റിയോ ഡി ജനീറോയിലെ മ്യൂസിയോ ഡു അമാഞ്ഞയിൽ വൈകിട്ട് 5 മണിക്ക്, ബ്രസീലിയൻ ടൈം വൈകിട്ട് 5 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം നാളെ അർദ്ധരാത്രിയും കഴിഞ്ഞ് മറ്റന്നാൾ പുലർച്ചയിലേക്ക്, നാളെ രാത്രി തന്നെ, നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചയിലേക്ക് അടക്കും 1:30. നാളെ രാത്രി കഴിഞ്ഞ് മറ്റന്നാൾ പുലർച്ചെ 1:30 ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുക. കാത്തിരിക്കാമെന്നേ, മറ്റു വഴിയില്ലല്ലോ. അർദ്ധരാത്രി ഉറക്കം ഉണർന്നിരുന്ന് നമുക്ക് ആ പ്രോഗ്രാം കാണാം. സാധാരണ എവിടെയാണ് ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനമൊക്കെ കാണുക എന്ന് ആരാധകർ ചോദിക്കാറുണ്ട്. അത് നമുക്ക് CBF TVയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല, നമുക്ക് തന്നെ ആ പ്രഖ്യാപനം നേരിട്ട് കേൾക്കാം. പക്ഷേ അതത്ര സുഖകരമായിരിക്കില്ല. ബ്രസീൽ ടീമിൻ്റെ ടെക്നിക്കൽ ഡയറക്ടേഴ്സും മറ്റുമൊക്കെ വന്ന് പോർച്ചുഗീസിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അഞ്ചലോട്ടി അങ്ങനെ ഇരുന്നിട്ട് സ്ക്വാഡ് അങ്ങ് അനൗൺസ് ചെയ്യുകയായിരിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്, അത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നമ്മൾ ആ സമയത്ത് ടീം പ്രഖ്യാപിച്ച ഉടനെ നിങ്ങളിലേക്ക് വിശദ വിവരങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അർദ്ധരാത്രി കഴിഞ്ഞ് പുലർച്ചെ സമയത്ത് നമ്മൾ വീഡിയോയുമായിട്ട് എത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.